വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലി. പാട്ടവയൽ റോഡിൽ സെയിന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടത്. മതിലിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് പുലി ചാടുന്ന മൊബൈൽ ദൃശ്യം പുറത്ത്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ഈ സംഭവം എപ്പോഴാണ് ഈ പുലി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാം? ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഈ പുലി ഈ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു ദൃശ്യം പകർത്തിയിട്ടുള്ളത്. പാട്ടവൽ റോഡിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് ഈ പുലിയെ കണ്ടത്. ഇത് ഈ സ്കൂളിന്റെ മതിലിൽ നിന്ന് മറ്റൊരു മതിലിലേക്ക് ചാടുന്നതും റോഡിലൂടെ പോകുന്നതെല്ലാം കൃത്യമായി കാണാം. ഈ പുലിയെ ഒരുപക്ഷെ വ്യക്തമായി കാണുന്ന ഒരു ദൃശ്യമാണെന്ന് പറയേണ്ടി വരും. ഈ സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ 1-2 ആഴ്ചയായി സ്ഥിരമായി പുലിശല്യം ഉള്ളതാണ്. നമ്മൾ തന്നെ അവിടെ പുലി എത്തിയ ഒരു വീട്ടിൽ, കോട്ടത്തറ സ്വദേശി പോൾ മാത്യുവിന്റെ വീട്ടിൽ പുലി എത്തിയത് ഒരു 3 തവണയെങ്കിലും CCTV ദൃശ്യം അധികം സഹിതം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിനെ തുടർന്ന് അവിടെ കൂടടക്കം സ്ഥാപിച്ച സമയത്താണ് ഈ ഇദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് ഏകദേശം 700 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഈ പുലി വീണ്ടും അവിടെ ഒരു സ്കൂളിന് സമീപത്തായി എത്തിയത്. നമുക്കറിയാവുന്ന പോലെ സുൽത്താൻ ബത്തേരി ടൗൺ ആണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുൽത്താൻ ബത്തേരി ടൗണിലാണ് നേരത്തെ തന്നെ ഒരു വ്യക്തിയുടെ വീട്ടിലെത്തി കോഴികളെ 3 തവണ പിടിക്കാൻ ശ്രമിക്കുകയും ഒരു തവണ 7 കോഴികളെ പിടിച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായ ശേഷമാണ് വലിയ പ്രതിഷേധത്തിൽ അവിടെ കൂടടക്കം സ്ഥാപിച്ചത്. പക്ഷേ ഇന്നലെ വന്നത് ആ വീടിനോട് ചേർന്ന് വെറും 700 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ വഴി വന്ന ഒരു യാത്രക്കാരാണ് ഒരു ദൃശ്യം പകർത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് കൂട് സ്ഥാപിച്ചെങ്കിൽ പോലും പുലിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും തുറന്ന നടപടികൾ വേണം. പ്രത്യേകിച്ച് ടൗണിലാണ് ഈ പുലിയുടെ സാന്നിധ്യമുള്ളത് എന്നുള്ളതാണ് നാട്ടുകാരും ഏറെ ഭയപ്പെടുന്നത്. അത് ഒരു സ്കൂളിന് സമീപം, സ്കൂൾ സമയമെല്ലാം തുടങ്ങാൻ പോവുകയാണ്. ജൂണിൽ തന്നെ സ്കൂൾ ക്ലാസുകൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ പുലിയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ പോൾ മാത്യു തന്നെ കോടതിയിൽ പോയി ഈ പുലിയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു റിട്ട് ഹർജി വരെ ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ് സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം ഈ പുലിയുടെ ശല്യം എന്ന് പറയുന്നത്. എന്തായാലും വനവകുപ്പ് കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഈ പുലിയുടെ ദൃശ്യം പുറത്തു വന്നതിലൂടെ കാണുന്നത്. സംഗീത. ശരി ആഷിഖ്, ബത്തേരി പാട്ടവയൽ റോഡിൽ സെയിന്റ് ജോസഫ് സ്കൂളിന് സമീപമായി എത്തിയ പുലിയുടെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.